മരണമാസന്നമായി എന്ന് ബോധ്യപ്പെട്ടാൽ പറയാൻ പറ്റൂല. ഏത് അസുഖത്തിലും നമ്മൾ മരിക്കാം. നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ കാണുന്നുണ്ട്. ആസ്പത്രി കൊണ്ടുപോകണം, കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു എന്ന് വിവരം വരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അസുഖം എത്ര നിസ്സാരമാണെങ്കിലും അത് ഇപ്പം പനി തന്നെ, പനി വായിച്ചാൽ എത്ര ആൾക്കാർ മരിച്ചിരുന്നു. പനി വന്ന് കൊയഞ്ഞാണ് 3 മരിച്ചു എന്നറിഞ്ഞേക്കാം. ക്ഷീണം വന്ന് കൊയഞ്ഞു 3 അവിടെ ഇരുന്നു ആണ് കൊയഞ്ഞു 3 മരിച്ചു. അപ്പം അതുകൊണ്ട് ഒന്നും നമ്മൾ നിസ്സാരമായി കാണാൻ. ഞാൻ പറഞ്ഞത് ഗൗരവം എന്തിനാ വെച്ചാൽ മരിച്ചെന്ന് പേടിച്ച് അറ്റാക്കായിട്ട് മരിച്ചാനല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അതേ പറഞ്ഞു, നമ്മൾ വിശ്വാസികളാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഇവിടുന്ന് മരിക്കുമ്പോൾ കെലിമ ചൊല്ലി മരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട്, ആ കലിമത്തു തൗഹീദിന് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചത്. അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏത് പ്രയാസത്തിലും ഏത് അസുഖം വരുമ്പോഴും ഈ ഒരവസരം, ഇതൊരു അസുഖം അതെൻ്റെ മരണത്തിന് വേണ്ടിയുള്ള അസുഖമാണോ എന്ന് നമുക്കറിയില്ല. ഇത് കുറച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഓരോ അസുഖത്തെയും നമ്മൾ ഗൗരവമായി കണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. വസിയത്ത് എഴുതി വെക്കണം. മരണാസന്നനായ ആളുകൾ, അസുഖം പിടിച്ച ആളുകൾ, അല്ലെങ്കിൽ ക്ഷയാലംബരായി മരണം പ്രതീക്ഷിച്ചു കൊണ്ട് കിടക്കുന്ന ആളുകളൊക്കെ അവർ ചെയ്യേണ്ട വസിയത്തുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. നോക്കി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എത്ര ഗൗരവമാണ്. ഒരു വസിയത്ത് ഒരാൾക്ക് ചെയ്യാനുണ്ടായിരിക്കുക. കടമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കടമുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പറയണം. ഇന്ന കടമുണ്ട്, ഇന്ന പൈസ, ആ കടം എങ്ങനെ വീട്ടണം, അവിടെ എന്ന സ്ഥലത്തുള്ള ആ 12 സെന്റ് വിറ്റിട്ട് ഇന്ന ആളുടെ കടം കൊടുക്കണം, ഒക്കെ കൃത്യമായി ചെയ്തേക്കണം. നാളെ അനന്തരാവകാശികൾ അതിന്റെ പേരിൽ തർക്കിക്കാൻ പാടില്ല. ആ സ്ഥലം വിൽക്കാൻ പറ്റില്ല, ഈ സ്ഥലം വിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ കച്ചറുണ്ടായിരുന്നത്. ഏത് വിൽക്കണം, ഏത് കടം എങ്ങനെ വീട്ടണം, കടമുണ്ടെങ്കിൽ അതെങ്ങനെ വീട്ടണം എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് മരിക്കാൻ ശ്രമിക്കണം സഹോദരങ്ങളെ. ഞാൻ അപ്പോഴൊന്നും മരിക്കൂല, എൻ്റെ വാപ്പ 99-ലാണ് മരിച്ചത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ വാപ്പിൻ്റെ വല്യാപ്പയൊക്കെ നല്ല ആയുസ്സുള്ളവരാണ്. എൻ്റെ അർത്ഥം മൂപ്പരും 99 വരെ പ്രതീക്ഷിക്കേണ്ടതാണ്. അതൊന്നുമില്ല സഹോദരങ്ങളെ. ചില ആൾക്കാർ, ഒരാൾ വിളിച്ചിട്ട് നടന്നു ഫുള്ള് ബ്ലഡ് റിപ്പോർട്ട് ഇങ്ങോട്ട് അയച്ചെന്നാണ്. എല്ലാം ഒരു കൊട്ടക്ക് റിപ്പോർട്ട്, ഇതൊക്കെ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ വലുതാക്കി നോക്കണ്ടേ. അവിടെ ആൾക്കാർക്ക് ഇതിന് ഫോർവേഡ് ചെയ്താൽ മതി. അത് വിളിച്ചു തരാം ഡോക്ടർ, ഞാൻ എൻ്റെ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തരാം. നമ്മൾ എന്നിട്ട് ഓരോ റിപ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ സൂം ചെയ്ത് ചിലതിൻ്റെ ഒന്നും നോർമൽ വാല്യൂ നമുക്കറിയുണ്ടാവില്ല. നമ്മളെല്ലാം ഡോക്ടറല്ലേ. അപ്പം അത് അപ്പുറത്തേക്ക് നോക്കണം, ഇങ്ങോട്ട് നീക്കണം, എന്നിട്ട് അത് നോക്കണം. അതൊക്കെ റെഡിയാ. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും അസുഖമൊന്നുമില്ല അൽഹംദുലില്ലാ, വല്ല വണ്ടിയും കുത്താണ്ട മരിച്ചണോ നോക്കിക്കോണം, വണ്ടി കുത്തി മരിച്ചണോ ശ്രദ്ധിച്ചോ നടക്കാം. അപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ മരിച്ചുള്ളൂ. കാരണം മരിച്ചപ്പോൾ അതൊന്നും വേണ്ടല്ലോ. ഈ ഫാനും തിരിഞ്ഞ് മേത്തേക്ക് ചാടിയാണ് ഇപ്പോൾ മരിച്ച. അവിടെ ഫാൻ തിരിയുണ്ടെങ്കിൽ മരിച്ചപ്പോൾ അതൊക്കെ മതി. വലിയ കാരണങ്ങളൊന്നും വേണ്ട. നമ്മളിപ്പോൾ എല്ലാ റിപ്പോർട്ടും നോർമൽ ആൻജിയോഗ്രാം ചെയ്ത് നോർമൽ റിപ്പോർട്ട് ഇറങ്ങി പുറത്തിറത്തിയാണ്ട് പോയി കൊഞ്ഞു 3 മരിച്ചവരുണ്ട് ഇവിടെ. അവിടെ ആൻജിയോഗ്രാം നോർമൽ ആയതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ പറയാം അറ്റാക്കുകൾ ചോദിച്ചു നോക്കി, ഇത് ഡോക്ടർ ഇനി അറ്റാക്ക് വരും. അത് പറയാൻ പറ്റില്ല, ഇപ്പം വരൂല, ഇവിടെ തന്നെ ഇറങ്ങി എന്താവെന്ന് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഗ്യാരണ്ടി. അപ്പോൾ നമ്മൾ മുട്ട് മാറ്റുന്ന ആളാണ്. അപ്പോൾ ഒരു രോഗി എന്നോട് ചോദിച്ചു ഈ മുട്ടിന് ഗ്യാരണ്ടി ഉണ്ടോ ചോദിച്ചു. ഗ്യാരണ്ടി ഒക്കെ ഉണ്ട്, 10-25 കൊല്ലമൊക്കെ നിൽക്കും, അമേരിക്കൻ്റെ ആണെന്ന് പറഞ്ഞത്. ഞാൻ എപ്പോഴും ആലോചിച്ചാണ്. ആ മനുഷ്യൻ ചോദിച്ച്, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അയാൾ സ്ട്രോക്ക് വന്ന് മരിച്ച്. അപ്പോൾ ഇപ്പം ഞാൻ പിന്നെ ഗ്യാരണ്ടി ചോദിച്ചതോട് ഈ കഥ പറഞ്ഞു കൊടുക്കല. മുട്ടിന് ഗ്യാരണ്ടി ഉണ്ടാവും, ഇട്ടാക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് സഹോദരൻ ഇത്ര ഉള്ളൂ നമ്മളെ കാര്യം. നമ്മൾ ഭയങ്കര ഗ്യാരണ്ടി ഉള്ള വാച്ചും ഗ്യാരണ്ടി ഉള്ള ഫോണും ഒക്കെ എന്തൊക്കെയാ നമ്മൾ പോയി ചോദിച്ചാൽ ഇത് മാറ്റി കിട്ടുമോ, ഇത് റിപ്പയറിൻ്റെ ചാർജ് ഫ്രീ ആണോ, എന്തൊക്കെയാ നമുക്ക് അറിയണ്ടേ. ഇത് ഉപയോഗിക്കണം നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, ഒരു നിലയൊരു വിലയില്ല. ഒരു വീക്കിൻ്റെ ഇംഗ്ലീഷ് മാഗസിൻ ഉണ്ട് വീക്കിൽ. അതിൽ അമേരിക്കയിൽ ഒരു വലിയ ക്യാൻസറിൻ്റെ ഡോക്ടർ എല്ലാ ആഴ്ചയിലും പണ്ടൊക്കെ എഴുതിയിരുന്നു സ്ഥിരമായിട്ട്. മൂപ്പര് അനുഭവങ്ങൾ എഴുതും. അപ്പോൾ അതിൽ അമേരിക്കയിൽ ഏറ്റവും വലിയൊരു ഹാർട്ടിൻ്റെ ബൈപ്പാസ് സർജറിയൊക്കെ ചെയ്യുന്നൊരു ഡോക്ടർ ക്യാൻസറായിട്ട് കിടക്കുകയാണ്. ഇയാളെ രോഗിയാണ്, ഈ ക്യാൻസർ ഡോക്ടറുടെ രോഗിയാണ് ഈ ബൈപ്പാസ് ചെയ്യുന്ന ഡോക്ടർ. അപ്പോൾ അമേരിക്കയിൽ ഏറ്റവും ഫേമസ് കാർഡിയോ തൊറാസിക് സർജനാണ്. അയാളെ ഡേറ്റ് കിട്ടണമെങ്കിൽ 6 മാസം ചുരുങ്ങിയ വെയിറ്റിംഗ് ആണ്. ആ മനുഷ്യപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ കിടക്കണം, ഒരാഴ്ച കൊണ്ടൊക്കെ മരിച്ചു, ആ അവസ്ഥയിൽ കിടക്കുക. അപ്പോൾ മൂപ്പരെ ബ്രദർ ഓസ്ട്രേലിയയിൽ നിന്ന് മെയിൽ ചെയ്തേക്കാണ്. ഭാര്യ ഡൈവോഴ്സ് ചെയ്ത് പോയി, കാരണം കുട്ടികളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഭാര്യയ്ക്ക് ഇയാളപ്പോൾ നോക്കി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഭാര്യ ഈ അവസരത്തിൽ ഒഴിവാക്കിപ്പോയി. ഞാനുള്ള ഒരു സഹോദരനാണ്, ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ മെയിൽ അയച്ചൊക്കെയാണ്. ആകെ ഒരാഴ്ച ലീവുള്ളൂ. അപ്പോൾ ഓനിത് വരും വേണം, കാണും വേണം, മരിച്ചും വേണം, അടക്കും വേണം, പോവും വേണം. അതിന് കണക്കാക്കിയൊരു സമയമാകുമ്പോൾ പറയാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഏകദേശം ആ സമയമായപ്പം മൂപ്പര് അറിയിച്ചു. അങ്ങനെ പിന്നെ വെറുതെ ഡോക്ടർക്കൊരാഗ്രഹം, ഇത് ഭയങ്കര തിരക്ക് പിടിച്ചൊരു മനുഷ്യനാണ് കിടക്കണത്.
എന്താണ് ഇപ്പം അയാളെ ആസ്പത്രി വിളിച്ചാൽ എന്താണെന്ന് പറയാം. നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ, വെറുതെ അറിയാത്ത മാതിരി അവിടേക്ക് ബുക്കിങ്ങിന് വിളിച്ചാൽ ആ ഡോക്ടർക്ക് ഒരു ബുക്കിംഗ് കിട്ടാനാണ് വിളിച്ചു നോക്കി. അപ്പോൾ അവിടുന്ന് എന്താ പറഞ്ഞറിയോ, അതിനേക്കാൾ മിടുക്കനായൊരു ഡോക്ടർ ഇവിടെ ചാർജ് എടുത്തുകണത്, ഓരെ കാണിച്ചാളി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മൾ പോയാലേ ഇവിടെ ഈ ചട്ടിപ്പറമ്പ് അങ്ങാടിയിലെ ബ്ലോക്കിനൊന്നും ഒരു കുറവുണ്ടാവില്ല. നമ്മളാണ് പോവുക, അത്രേ ഉള്ളൂ. കൊച്ചി എയർപോർട്ടിൽ നാളെയും വിമാനം ഇറങ്ങും, നമ്മളുണ്ടാവില്ല എന്നുള്ളൂ ദുനിയാവില്. ആര് മരിച്ചാലും, ആളെ പേര് പറഞ്ഞങ്ങനെ വിഷമം ഉണ്ടാക്കണ്ട. ഇനി ഏത് വലിയ ആള് മരിച്ചാലും നാളെയും കൊച്ചിയിൽ വിമാനം ഇറങ്ങും. ഈ ചട്ടിപ്പറമ്പ തിരക്കിലൊരു കുറവുണ്ടാവില്ല. നഷ്ടം നമുക്ക് മാത്രമാണ്. ആൾക്കാരെപ്പോഴും ചോദിക്കും, ഡോക്ടറെ മരിച്ചു പോയി എന്താണ് എൻ്റെ പ്രായങ്ങൾക്കറിയില്ല, എൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്താണ്, ആരാ ഓൽക്കുണ്ടാകുകയെന്ന്. അങ്ങനല്ല സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണ്ടേ. ഇവിടെ പല ആൾക്കാരും മരിച്ചു പോയിട്ട് പിന്നെ ബാക്കിയുള്ളൊരു നന്നായിക്കാണ്. പറഞ്ഞാൽ കേൾക്കാത്തൊരു മകൻ ഉണ്ടായിരുന്നു, ഓൻ ബാപ്പ മരിച്ചാലും നന്നായി. ഓൻ ബാപ്പ മരിച്ചാല് ഇനിയിപ്പോ ബാപ്പല്ലല്ലോ നന്നാണ്ട് ചോ നന്നായി. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ പോയാൽ മോശമാവുന്നു, മച്ചപ്പൊടിക്കാരം. സങ്കടമൊക്കെ 1-2 ആഴ്ച ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ ആരും പാപ്പാന്റെ ഐഫോണൊന്നും കുപ്പിയിലിട്ട് ചില്ലിലിട്ടൊക്കില്ല. അതൊക്കെ മക്കളെടുത്ത് ഉപയോഗിക്കും, അല്ലെങ്കിൽ വിൽക്കും, കച്ചവടാക്കും. നമ്മളെ പെരയിൽ നമ്മളെ പറ്റി ചർച്ചയൊന്നും പിന്നെ ഉണ്ടാവില്ല. നഷ്ടം നമുക്ക് മാത്രമാണ് സഹോദരങ്ങളെ. അതാണ് ആലോചിക്കേണ്ടത്. നമ്മളാണ് പിരിയുമ്പോ നിന്റെ ഭാര്യ എന്താവും, മക്കളെന്താവും എന്നല്ല, നമ്മളെ കബറിലെ അവസ്ഥ എന്താവും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ചിന്ത അല്ലെങ്കിൽ സഹോദരങ്ങളെ നഷ്ടവും, ഈ ജീവിതം നഷ്ടവും. ഈ ജീവിതം ഇങ്ങനെ ഷോർട്സും റീൽസും മെസ്സിനെയും റൊണാൾഡോനെയും പറ്റി പറഞ്ഞാണ് തീരും. നമുക്കൊരു മെച്ചും കിട്ടൂല. ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ഈ ദുനിയാവുക്ക് വന്നത് പോകാൻ തന്നെയാണ്. പക്ഷെ ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് നമ്മൾ വന്നത്. ഒരു ക്രിസ്മസ് കഴിഞ്ഞു പോയി. എത്ര ആൾക്കാർ, ഞാൻ അങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുമ്പം കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ മഫ്തട്ട പെൺകുട്ടികൾ സഹോദരന്മാരെ എന്താണ് ചോന്ന കുപ്പായും വെള്ള പാൻറ്റും ഇട്ട് കണ്ട വരുന്നത്. ക്രിസ്മസ് അപ്പൂപ്പന്റെ പാൻറ്റും കുപ്പായും. വിശുദ്ധ ഖുർആനിലൊരു സൂറത്തുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, ഏകനാണ്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവൻ പിതാവല്ല, പുത്രനല്ല. ആരോടാണ് സഹോദരങ്ങളെ ഇത് പറയുന്നത്? വെള്ളിയാഴ്ച അൽക്കഫോദാണ്. എന്താണ്? അള്ളാഹ്ക്കൊരു പുത്രനുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് താക്കീത് ചെയ്യാൻ, അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യാനാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് എന്നാണ്. പിന്നെ എന്തിനീ കുല്ലല്ലാഹു ഓതുന്? കുല്ലല്ലാഹുവിന് വലിയ കൂലിയാണ് കുല്ലല്ലാഹു ഓതുനാണ്. എന്താ കുല്ലല്ലാഹു? അള്ളാഹു പിതാവല്ല, അള്ളാഹു പുത്രനല്ല എന്ന് പറയാണ്. ആ അള്ളാഹ്ക്ക് ബത്ലഹേമിൽ ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷമാണ് ക്രിസ്തുമസ്. എങ്ങനെ സഹോദരങ്ങളെ ഒരു വിശ്വാസിക്കത് പറ്റുക? ആകാശഭൂമികള് വിറകൊള്ളു, പ്രകമ്പനം കൊള്ളുമാറ്, ഭൂമി വിണ്ടുകീറുമാറ്, ആകാശം പൊട്ടിപ്പിളരുമാറ്, ഭൂമി വിണ്ടുകീറുമാറ്. വലിയൊരു ഗൗരവമുള്ള കാര്യമാണ് അവർ പറഞ്ഞത് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. നമ്മളെ കുട്ടികള് അറിവില്ലായ്മ കൊണ്ടാണ്, കുറ്റപ്പെടുത്തല്ല, പറഞ്ഞു കൊടുക്കേണ്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് ഗൗരവം. നമ്മൾ വന്നത് ഇതിനല്ല, ഈ ഭൂമിയിലേക്ക് അള്ളാഹുവിനെ മാത്രം എന്താ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാല്? എന്താ സുബ്ഹാനല്ലാഹ് പറഞ്ഞ? അള്ളാഹിനെ തസ്ബീഹ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ സുബ്ഹാനല്ലാഹ് കുറെ ചെല്ലുണ്ടല്ലോ സഹോദരങ്ങളെ. എന്താണ്? അള്ളാഹുവിന്റെ മേൽ ആരോപിക്കപ്പെട്ട ന്യൂനതകളിൽ നിന്ന് അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു എന്നാണ്. എന്താണ് അള്ളാഹിന്റെ മേൽ ആരോപിക്കപ്പെട്ട ന്യൂനത? എന്താ സഹോദരങ്ങളെ? അള്ളാഹു പിതാവാണെന്ന് പറയുന്നവർ, അള്ളാഹു പുത്രനാണെന്ന് പറയുന്നവർ, അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയുന്നവർ. അങ്ങനെ ആരോപണങ്ങളിൽ ഞാൻ എൻ്റെ റബ്ബിനെ പരിശുദ്ധനാക്കുന്നു എന്നാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞ. അതിങ്ങനെ വെറും വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. നമ്മളെ മക്കള്, കുട്ടി ചോദിക്കുകയാണ്, ഇപ്പൊ ചെറിയ മക്കളൊക്കെ യൂട്യൂബ് കാണുകയാണ്, ഇംഗ്ലീഷ് ചാനലും വീഡിയോ ഒക്കെയാണ് കുട്ടികൾ കാണുന്നത്. ചെറിയ മക്കൾ കാണുന്നത് കുട്ടികളെ കാർട്ടൂണൊക്കെ ഇംഗ്ലീഷ് ചാനലും വീഡിയോ ആണ്. അതിലൊക്കെ ക്രിസ്മസും കേക്കും മരവും ഒക്കെയാണ്. രാവിലെ കുട്ടി പെരയിൽ ഇറങ്ങുമ്പോൾ ചോദിക്കുക, നിങ്ങൾ ബ്ലേറ്റ് കൊണ്ടുവരുമോ, ക്രിസ്മസ് ട്രീ കൊണ്ടുവരുമോ, ക്രിസ്മസ് കേക്ക് കൊണ്ടുവരുമോ ചോദിക്കുകയാണ്. എന്ത് പറയും സഹോദരങ്ങളെ? ഞാൻ കുട്ടിനോട് ചോദിച്ചു, അള്ളാഹ്ക്ക് മക്കളുണ്ട് ചോദിച്ചു. അപ്പൊ എന്തായാലും അള്ളാഹ്ക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. അതെങ്കിലും നമ്മളെ കുട്ടികൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് സഹോദരൻ ഇത് പറഞ്ഞു കൊടുക്കണം, തിരുത്തണം, മനസ്സിലാക്കി കൊടുക്കണം. നമ്മളെ ബാധ്യതയാണ്.
അത് ഗൗരവം. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകാനല്ല, അത് കൃത്യമായൊരു ഉദ്ദേശമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ് 1,24,000 അമ്പിയാക്കന്മാരെ ഇങ്ങോട്ട് അയച്ചത്. അത് തൗഹീദ് ക്ലിയർ ആകണം. അല്ലെ ഇവിടുന്ന് അങ്ങോട്ട് മരിച്ചു പോയാൽ ഇവിടുന്ന് അങ്ങോട്ട് കാര്യം ഇടങ്ങേറായി. മരണത്തോടുകൂടി നമ്മളെ പ്രയാസം ആരംഭിക്കും. ആണ് ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ ആ ഒരു തൗഫീക്ക്, ആ ഒരു തൗഹീദിൽ ജീവിക്കാനുള്ള തൗഫീക്കാണ്. അത് ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യപ്പെടുക സഹോദരങ്ങളെ രോഗിയാവുമ്പോഴാണ്. എത്ര ആളുകളാണ് രോഗം, നമ്മൾ ആസ്പത്രിക്ക് രോഗികളെ പരിശോധിക്കാൻ ചെന്നാൽ കാണാം കൈജിമ്മലൊരു കെട്ട്, അതിലും വലിയ കെട്ട് പുറത്ത്, ഇവിടെ ചെറിയൊരു കെട്ട്. ഇനി തുണി അയച്ചോക്കണ്ടേ വേറെ കെട്ട് കാണണമെങ്കിൽ. ഓപ്പറേഷനൊക്കെ അങ്ങോട്ട് കിടത്തുമ്പം ഓരോ കെട്ട്, ഓരോ സാധനങ്ങൾ, കണ്ടൻസറും എന്തൊക്കെയാണ് അരയിലൊക്കെ ഉണ്ടാകുക എന്നറിയാം. എന്താണ് സഹോദരങ്ങളെ, നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കിടത്തുമ്പം ഒരു കണ്ടൻസർ നമ്മളെ മേത്തില്ല എന്ന് പറഞ്ഞാൽ അതന്നെയാണ് ഏറ്റവും വലിയ തൗഹീദ്. അള്ളാഹു എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നത്? അള്ളാഹ് ഉണ്ട് എന്ന് പറയാനല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കാനല്ല മുഹമ്മദ് നബി മക്കയിൽ വന്നത്. അതവർക്കറിയാമായിരുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന്, മഴ പെയ്യിക്കുന്നത് അള്ളാഹുവാണെന്ന്, ജീവിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണെന്ന് അവർക്കറിയാമായിരുന്നു. പിന്നെ എന്താ അവർക്കറിയാത്തത്? പിന്നെ എന്തിനവിടെ യുദ്ധം ഉണ്ടായത്, ബദർ ഉണ്ടായത്? അള്ളാഹു അല്ലാത്ത ആളുകൾ അവർ ശുപാർശ ചെയ്യുമെന്ന്, അവർ പടച്ചോന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുമെന്ന്. ലാത്ത പോലെ അന്ന് മുൻകാലത്ത് ജീവിച്ചിരുന്ന വലിയ വലിയ ഔലിയാക്കന്മാരായ ലാത്ത പോലത്തെ ആളുകൾ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും, ശുപാർശ ചെയ്യും പടച്ചോന്റെ അടുത്ത് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അത് ശിർക്കാണെന്ന് പറയാനാണ് മുഹമ്മദ് നബി വന്നത്. അല്ലാതെ ആകാശം ഉണ്ടാക്കിയത് പടച്ചോനാണ്, ഭൂമി ഉണ്ടാക്കിയത് പടച്ചോനാണ്, കാര്യങ്ങൾ നടത്തുന്നത് പടച്ചോനാണ്, മഴ പെയ്യിക്കുന്നത് പടച്ചോനാണ് എന്ന് പഠിപ്പിക്കാനല്ല മക്കയിൽ മുഹമ്മദ് നബി വന്നത്. അതാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. ആരാധനയുടെ സമ്പൂർണ്ണ അവകാശം അത് അല്ലാഹുവിനാണ്. അല്ലാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യാൻ പാടില്ല. അത് ജിന്നാകട്ടെ, ഇൻസാകട്ടെ, ജനിച്ചവരാകട്ടെ, മരിച്ചവരാകട്ടെ, ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല. അതെന്താ അത്ര സംശയം? അതന്നെയാണ് തൗഹീദ്. അത് പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അത് സഹോദരങ്ങളെ ചലഞ്ച് ചെയ്യപ്പെടും. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരാളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. മമ്പുറം തങ്ങൾ സത്യമെന്ന് എങ്ങനെ ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റുക? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാണ് അത് ശിർക്കാണ്, അത് ശിർക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യല്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരല്. നേർച്ച അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അപ്പൊ അള്ളാഹ്ക്ക് മാത്രമേ നേർച്ച തരാൻ പാടുള്ളൂ, അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ അള്ളാഹുവിന് കഴിയുന്ന കാര്യം, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശിർക്ക്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് എങ്ങനെ അസുഖം മാറ്റാൻ കഴിയുക സഹോദരങ്ങളെ? ഒരസുഖം വരികയാണ്, നൂല് കെട്ടുകയാണ്, ഓരോ ജാറത്തുനിന്ന് മന്ത്രിച്ചൂതിയ നൂല്, എല്ല് പൊട്ടി കിടക്കുകയാണ്, പ്ലാസ്റ്റർ ഇടാൻ വേണ്ടി വലിച്ചുമ്പം ഉമ്മ പറയാണ് യാഹൂത്തങ്ങളെ കാക്കണേന്ന്. യാഹൂത്തങ്ങളെ കാക്കണേ. ആരാണ് യാഹൂത്തങ്ങള്? ആ തിരൂര് 2 ജാറത്തിൽ, ഡബിൾ ജാറത്തിൽ കിടക്കണ തങ്ങളാണ്. ആ തങ്ങള് കാക്കോ സഹോദരങ്ങളെ. ഉമ്മാനോട് പറഞ്ഞു നിങ്ങൾ പടച്ചോനെ വിളിച്ചിമ്മ, അള്ളാനെ വിളിച്ചി, ഒക്കെ നമ്മളാൾക്കാരാണ്. അതും യാഹൂത്തങ്ങളൊക്കെ ഒന്നാനൊക്കെ നമ്മളാൾക്കാരാണ്. ഹോൾസെയിലാണ് അവർക്ക്. സഹോദരങ്ങളെ ഒന്നാണോ? CM മടവൂർ വലിയുള്ള എന്ന് പറഞ്ഞ് അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ആളുകൾ വിശ്വസിക്കാണ് CM മടവൂർ ലോകത്തെ നിയന്ത്രിക്കേണ്ട സഹോദരങ്ങളെ. അതാണ് അത് കുഫറും ശിർക്കും തന്നെ. അതിലെന്താ പിന്നെ അതിൽ ഒരു സംശയമുള്ളത്? അള്ളാഹുവിനെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു ഖൈറ് കൊണ്ടുവരാൻ കഴിയുള്ളൂ. നമ്മളെ ബാധിച്ച ഒരു ഷർറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഒരു ജാറത്തിലെ വെള്ളത്തിനോ നൂലിനോ ചരടിനോ നെയ്യിനോ ഒരു പുതപ്പിനോ എന്റെ പ്രയാസം മാറ്റിത്തരാൻ കഴിയുകയില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ്. അതാണ് തൗഹീദ്. പരീക്ഷിക്കപ്പെടും സഹോദരങ്ങളെ. ക്യാൻസർ വന്നു, ക്യാൻസർ റിപ്പോർട്ടായിട്ട് പെരീക്ക് പോവുക, ഫോൺ വരിക, 2 മക്കൾ ബൈക്കുമ്പോൾ, മൂത്തോനും ഇളയോനും ബൈക്കുമ്പോൾ ആക്സിഡന്റ് ആയി മരിച്ചു. എന്താ ആലോചിക്കുക? നമ്മൾ ക്യാൻസറിന്റെ റിപ്പോർട്ട് കിട്ടി ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ ഫോണ് വരികയാണ്, 2 മക്കൾ മരിച്ചു ആക്സിഡന്റ് ആയിട്ട്. അത് കേട്ട് പെണ്ണുങ്ങൾക്ക് പിരാന്തായി.
അപ്പോഴാണ് അയൽവാസി പറയണത്, ഇതെന്താ ഇതെന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ അവിടെ പോയി നോക്കി, നിങ്ങൾ മുജാഹിദാനായിട്ടൊന്നും കാര്യമല്ല. പോകും സഹോദരങ്ങളെ, ആൾക്കാർ പോകുകയാണ്. അവിടെയാണ് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത്. പാടില്ല. എനിക്ക് ബാധിച്ച ഏത് ഷർറും അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അതാണ് ഈമാൻ കാര്യം. ആറാമത്തെ ഈമാൻ കാര്യം എന്താ? ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അവിടെ നമ്മൾ പതറാൻ പാടില്ല. എനിക്കുള്ള പരീക്ഷണാണത്. എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്, എന്നാൽ എനിക്കൊരു പരിഭവമില്ല. കാരണം എന്തായാലും ഇവിടുന്ന് പോണം സഹോദരങ്ങളെ. ഇത് കുറച്ചാലത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. കുറച്ചാൾക്കാർ നേരത്തെ പോവും, കുറച്ച് ആൾക്കാർ പ്രയാസത്തിൽ പോവും, അത്രേ ഉള്ളൂ. അപ്പൊ ആ റബ്ബിനോട് സന്തോഷം വേണോ? സബ്ർ. ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം മുസീബത്ത് ബാധിച്ചാല്. അപ്പൊ സന്തോഷം കിട്ടാൻ അത് മാത്രമേ മാർഗുള്ളൂ. ആലോചിച്ച് തല പുണ്ണാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പടച്ചോനോ നല്ലൊരു വിചാരത്തോടെ സ്നേഹത്തോടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് ആ പടച്ചോനെ സ്നേഹം. ആൾക്കാരൊക്കെ പലപ്പോഴും ആൾക്ക് കയ്യൊക്കെ മുറിച്ച് കാണാൻ രോഗികൾ വരുന്നതാണ്. എന്താ പ്രശ്നം? ഭർത്താവ് ചീത്തറിഞ്ഞു, ഉമ്മ ചീത്തറിഞ്ഞിന് ഞരമ്പുറിച്ച, മാപ്പിള ദേഷ്യപ്പെട്ടിന് ഞരമ്പുറിച്ച. എവിടെ സഹോദരങ്ങളെ നമുക്ക് പിഴവ് പറ്റിയത്? എന്താ ചോദിച്ചോ പറയാണ്, മൂപ്പര് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അങ്ങനെ ചീത്ത പറഞ്ഞു എന്നെ. സഹോദരങ്ങളെ, ഞാൻ എത്ര സ്നേഹിക്കുന്നുണ്ട് മൂപ്പരെന്നറിയോ? നമുക്ക് പിഴവ് പറ്റി. നിങ്ങൾ ആരെ സ്നേഹിക്കാൻ പാടുള്ളൂ? നിങ്ങൾക്ക് പെണ്ണുങ്ങളെയും മാപ്പിളിനെയും അല്ല സ്നേഹിക്കേണ്ടത്. ലോകത്തിൽ ഒരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയാണ്. നഷ്ടം ഉണ്ടാവില്ല. ആ സ്നേഹത്തിൽ നമുക്ക് നഷ്ടം വരൂല. ഇതേമാതിരി ചീത്തറിഞ്ഞാല് നമുക്ക് വിഷമം ഉണ്ടാവില്ല. നമ്മൾ സ്നേഹിച്ച ആൾ നമ്മളോട് പിണങ്ങിയാൽ നഷ്ടമായില്ലേ? തെറ്റിപ്പോയാൽ നമുക്ക് വിഷമം വരൂലേ? അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചാൽ നഷ്ടം വരൂല. അതുകൊണ്ട് നമ്മളെ റൂട്ട് മാറിയതാണ് പ്രശ്നം. നമ്മൾ വേറെ ആരൊക്കെയാണ് സ്നേഹിക്കുന്നത്? അള്ളാഹിനെ സ്നേഹിക്കണം, റസൂലിനെ സ്നേഹിക്കണം. പടച്ചുകളാച്ചയ്ക്ക് ഇത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് വേറെ ആരാണ്? ഒരു പടച്ചോനെ നമ്മൾ ഒരു ദിവസം ഫാത്തിഹയിൽ 17 പ്രാവശ്യമാണ് നമ്മൾ ഒരു ദിവസം നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നത്. 17 പ്രാവശ്യം, 1ഉം 2ഉം വട്ടല്ല. ഓരോ ഫാത്തിഹയും പടച്ചോനോടുള്ള ഡയലോഗാണ്. ഒരു 17 വട്ടങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങളെ വിളിച്ചിട്ടുണ്ടോ? പുറത്തിറങ്ങിയാൽ ഗൾഫിലുള്ള ആരെങ്കിലും വാപ്പാനിമാനെയും വിളിച്ചിട്ടുണ്ടോ? 17 വട്ടം. കാമുകന്മാര് പോലും 17 വട്ടം വിളിച്ചിട്ടുണ്ടാവില്ല ഒരു ദിവസം. പിരാന്തോ? ഇത് 17 വട്ടാണ് പടച്ചോനോട് ഡയലോഗ് അടിച്ചത്. അതും ഒറ്റക്ക്. എല്ലാ പരിപാടി ഒഴിവാക്കിയിട്ട് പടച്ചോന്റെ മുമ്പിൽ പോയി വൃത്തിയായി നിന്നിട്ട് പടച്ചോനോട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചു, അർറഹ്മാനിർ റഹീം. അപ്പൊ പടച്ച അർശിന്റെ മേലെന്ന് എന്താണ്? അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തി. മാലിക് യൗമിദ്ദീൻ, അപ്പൊ അല്ലാഹു അർശിന്ന് മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി. ഇതൊക്കെ ഈ പറയണത് എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞൂടെ? നിൽക്കുകയാണ് ഇവിടെ ഒരു ആരോഗ്യത്തില്, ഒരു പ്രയാസമില്ല. എത്ര ആൾക്കാരാണ് കയ്യും കാലും പോയിട്ട് ഒരു ഭാഗം കുഴഞ്ഞിട്ട് അവിടെ ഇവിടെയും പോയി കൊല്ലങ്ങളായി ഉയിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണില്ല, എന്നാലും പ്രതീക്ഷയാണ് ഒന്ന് അവിടെ പോയി നോക്കാന്ന്. ഇതൊരു കേടുമില്ലാതെ അങ്ങനെ നിന്ന് കയ്യെട്ടി നിൽക്കുക. പിന്നെ എന്തേ? അൽഹംദുലില്ലാ അർറഹ്മാനിർ റഹീം. കാരുണ്യവാനാണ് പടച്ചോനെ, കാരുണ്യവാനും കരുണാനിധിയാണ് പടച്ചോൻ. അതാണ് അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഈ കരുണാനിധി പറഞ്ഞ് അവസാനം കരുണാനിധിന്റെ കണ്ണാടെ ഓർമ്മ വരാ. റഹ്മാനു റഹീമു തന്നെ പറഞ്ഞാൽ മതി. അതാണ് പടച്ചോൻ. അത്രയും കാരുണ്യവാനാണ് പടച്ചോന്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളൊരു പണിക്കാരനെ പെരയ്ക്ക് പണിക്കുളിച്ചിട്ട് നമ്മൾ ഏൽപ്പിച്ചു, ഇതാ ഈ മുന്നിലുള്ള ഈ പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കോരണം. എന്നിട്ട് നമ്മൾ പണിക്കോയി. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ചു ചോദിച്ചു, എന്തായി പണി? എന്തായി? ഓനെന്താ കുറച്ച് ചെത്തിയിട്ട് ഓൻ അങ്ങനെ ഫോണുമ്പോൾ കളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചായ ഒഴിച്ചിരിക്കണം, ഓ ഇപ്പോൾ ഇങ്ങനെ കിട്ടാൻ നിൽക്കുകയാണ്, ഞാൻ ഇവിടെ ചായ ഉണ്ടാക്കുകയാണ്. നമ്മളൊരു മണിക്കൂർ ടെൻഷനായി, പൈസ കൊടുക്കണ്ടേ? ഒരു മണിക്കൂർ പിന്നെയും വിളിച്ചു. ഓൻ ചായ കുടിച്ച് പിന്നെയും കുറച്ചേരം കഴിഞ്ഞു ഓൻ ചോറിന് കാത്തിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ചോറ് കഴിച്ചിട്ട് ഇപ്പൊ എന്തായി? ഓൻ ഉറങ്ങുകയാണ് പറഞ്ഞു. ഉറങ്ങിക്കഴിഞ്ഞിട്ട് എന്തായി? ഓൻ ഉറങ്ങി 3 മണിക്ക് നീച്ചു കണ്ട് കുറച്ചേരം കൂടി കൊത്തിപ്പ് എത്ര? അതിന്റെ ആകെ ഒരു പകുതിന്റെ താഴെ കൊതു. ഒരാൾക്കുള്ള പണിയുള്ളൂ. ഇപ്പൊ ഒരു 1/3 എടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ജോനോട് കൂലി കൊടുക്കുമ്പോൾ നാളെ വരണ്ടായിരുന്നു കേട്ടോ. എന്തേപ്പത്? സഹോദരങ്ങളെ, പടച്ചോ നമ്മളിവിടെ നിയമിച്ച എന്തിനാണ്? അള്ളാനെ ആരാധിക്കാനാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണം ഇവിടെ? ഈ പറഞ്ഞ മെസ്സിന്റെയും റൊണാൾഡോന്റെയും പോരിശ പറഞ്ഞ കുത്തിരക്കാണ്. പ്ലസും കെട്ടി അതിന്റെ ചർച്ച എപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരു പേജ് ഓതേ, ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് മനസ്സ് തട്ടി പറയേ. എന്നിട്ടോ നമ്മളെ പടച്ചോ ഒരു വെള്ളം ബ്ലോക്കാക്കിക്കണോ? വായു ബ്ലോക്കാക്കിക്കണോ? നമ്മളൊരു ചങ്ങായി പണിക്കുളിച്ചിട്ട് മര്യാദയ്ക്ക് പണി കേട്ടോ അവനെ പറഞ്ഞയച്ചാള്. അതാണ് നമ്മളെ കാരുണ്യം. അള്ളാന്റെ കാരുണ്യം നോക്കി നിങ്ങള്. എന്ത് കാട്ടിയാലും വായും വെള്ളമൊക്കെ ഫ്രീയാ. പിടിച്ചക്കിടില്ലല്ലോ, ഒരു അദാബ് ഇറക്കണില്ലല്ലോ. അത്രയും കാരുണ്യവാനാണ് പടച്ചോൻ.